നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഒരു ബീഫിൻ്റെ തന്നെ റെസിപ്പിയാണ്. നമ്മൾ BDF എന്നൊക്കെ പറയുന്ന ബീഫ് ഡ്രൈ ഫ്രൈ അല്ലെങ്കിൽ ചില്ലി ബീഫ് എന്നും പറയും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബീഫ് നല്ലപോലെ കഴുകി ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കണ്ട, ഈ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ട് വേവിച്ചിട്ട് വെന്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ഒരു കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂണും കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ നല്ലൊരു കളറ് കിട്ടും, 1/2 ടേബിൾ സ്പൂണും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/4 കപ്പ് വെള്ളം കൂടിയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കാശ്മീരി ചില്ലി ഇട്ടിട്ടില്ല, കാരണം എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തവർ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി തന്നെ ഇട്ടാൽ മതി. ഇനി ഇത് വേവിക്കാനായിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചതിന് ശേഷം പിന്നെ സിമ്മിലോട്ടാക്കിയിട്ട് ഞാൻ 2 വിസിലായപ്പോൾ 1/4 വേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇറച്ചി നമുക്ക് ഒരു 1/4 ഭാഗം മാത്രമേ വേവണ്ടൂ, ഫുള്ളായിട്ട് വേവേണ്ട ആവശ്യമില്ല. ഫുള്ളായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് ഭംഗിയിൽ നീളത്തിൽ കിട്ടില്ല, പൊടിഞ്ഞു വരും. അപ്പോൾ ഞാനൊരു 1/4 ഭാഗം വെന്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം തുറന്ന് നോക്കി. അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. പിന്നെ അതിലത്തെ വെള്ളം കുറച്ച്, ഇത്രയൊന്നും വേണ്ട, ഒരു 1/4 കപ്പോളമൊക്കെ മതി. എന്നാലും ഞാൻ കുറച്ച് വെള്ളം, ഒരു ഗ്ലാസ്സോളം വെള്ളം ഞാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളത്തിൽ നിന്നൊക്കെ മാറ്റി ഇതുപോലെ നമുക്ക് നീളത്തിൽ അരിഞ്ഞു കൊടുക്കാം. ഈ ഒരു വണ്ണത്തിൽ തന്നെ അരിഞ്ഞു കൊടുക്കാം. വല്ലാണ്ട് വണ്ണം കുറച്ച് തീരെ കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു വണ്ണത്തിൽ എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ അതുപോലെ ഞാനിനി എല്ലാതും കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ബീഫ് വെന്ത് വരുമ്പോൾ കുറച്ച് പോലെയായി. ഇനിയിപ്പോൾ ഇതിങ്ങനെ അരിഞ്ഞും കൂടി വരുമ്പോൾ ആകെ ഈ ഒരു പ്ലേറ്റിലേക്കുള്ളതുള്ളൂ. വറുത്ത് വരുമ്പോൾ ഒന്നും കൂടി ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും, അത് കുഴപ്പമില്ല. ഇനി ഞാനിതിലേക്ക് ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് 10-20 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലപോലെ മിക്സിയിൽ ആദ്യം ഒന്ന് കറക്കിയതിന് ശേഷം വെള്ളം ചേർത്ത് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കാൻ. അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളവർ അതെടുത്താലും മതി. അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാലയും, പിന്നെ ഒരു അല്പം മാത്രം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇറച്ചിയിൽ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടപ്പോൾ തന്നെ നന്നായിട്ട് ഉപ്പ് ഉണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുള്ളൂ കൂടുതലായിട്ട്. പിന്നെ അതിലേക്ക് ഒരു ചെറുനാരങ്ങ നീര് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ആ നീക്കി വെച്ച വെള്ളം ഉണ്ടല്ലോ, ഇറച്ചി വേവിച്ച വെള്ളം, അതിൽ നിന്ന് ഞാൻ 2 ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ കാണുമ്പോൾ കാഴ്ചയിലൊരു ഭംഗി ഉണ്ടാവും. ഇനി നമുക്ക് നല്ലപോലെ പേസ്റ്റ് പരുവത്തിലാക്കാം. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലോട്ടിട്ട് നമുക്ക് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. നല്ലപോലെ പുരട്ടി കൊടുത്തതിന് ശേഷം വളരെ പതുക്കെ പുരട്ടാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഉടഞ്ഞു പോവും. ഒരു 1/2-3/4 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തു വയ്ക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്, ഒരു വലിയ ഉരുളിയിലാണ് വറുക്കുന്നത്. അപ്പോൾ അത് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ആദ്യം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് എണ്ണ ആക്കി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഓരോ ഇറച്ചി കഷ്ണങ്ങൾ പതുക്കെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ആദ്യത്തെ 2 മിനിറ്റ് നമുക്ക് നനക്കാണ്ട് വയ്ക്കാം, അല്ലെങ്കിൽ മസാലയൊക്കെ അതിൽ നിന്ന് വിട്ട് പോരും. അതിനുശേഷം ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ മാത്രം മാക്സിമം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചെറിയ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, ഹൈ ഫ്ലെയിമിലേക്ക് ആക്കരുത്, പെട്ടെന്ന് കരിഞ്ഞ് പോകുള്ളൂ, ശരിക്കും വേവില്ല. പിന്നെ കൂടുതൽ സമയം വറുത്ത് കഴിഞ്ഞാൽ ഇത് ചൂടാറുമ്പോഴത്തേക്കും ഹാർഡായി പോകും, ഭയങ്കര ഹാർഡായി പോകും. അപ്പോൾ 5 മുതൽ 6 മിനിറ്റ് വരെ മാക്സിമം ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ ഇളക്കി ഒരു 5 മിനിറ്റ് സമയം വറുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരാം. അപ്പോൾ അതിന് മുൻപായിട്ട് ലാസ്റ്റത്തെ 1 മിനിറ്റിന് മുൻപായിട്ട് കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് കഴിഞ്ഞാൽ അതൊന്ന് ഫ്രൈ ആവണ വരെ കൂടി ഒന്ന് വറുത്താൽ നല്ല ഫ്ലേവറായിരിക്കും. 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വറുത്തെടുക്കാം കേട്ടോ. ഒരുപാട് സമയം കൂടി കഴിഞ്ഞാൽ ഹാർഡാവും. അപ്പോൾ അത്യാവശ്യം ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ, അതിനകത്തോട്ടാണ് ഇട്ടുന്നത്. അപ്പോൾ കുറച്ച് എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ അതിൽ പൊക്കോളും. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത ട്രിപ്പ് ബീഫും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോഴും ഈ പച്ചമുളകും കറിവേപ്പില ഇടാൻ മറക്കരുത്. അവസാനം അതൊന്ന് ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈഡ് റെസിപ്പി. ഇത്രയേ ഉള്ളൂ, വെരി ഈസി അല്ലേ. അധികം പച്ചക്കറികളൊന്നും അരിയേണ്ടതായിട്ടൊന്നും വന്നില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ എപ്പോഴും നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ബീഫ് റെസിപ്പികളിൽ നിന്ന് വിട്ട് വല്ലപ്പോഴും ഒരു വെറൈറ്റിക്ക് നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു വേറൊരു ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളിത് ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ 1 കിലോ ഇത് ഇത്രയായി വറുത്ത് വന്നപ്പോൾ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് നേരം ടിഷ്യൂവിൽ വെച്ചതിന് ശേഷം പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്കിത് വെറുതെ ചോറൊന്നും ആവശ്യമില്ല, നമുക്ക് വെറുതെ ഇത് ഇരുന്ന് സ്നാക്സ് പോലെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടനും കൂടി ഒന്ന് ഞെക്കി എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു സോ മച്ച്.